ഉദ്ധിത ദൈവമേ, രക്ഷക, സമാധാനമേ, ഇന്ന് ഞായറാഴ്ച, ഇന്ന് പിതാവായ ദൈവം എന്നോട് പറഞ്ഞു തന്ന ഏറ്റവും വലിയ രഹസ്യം നിത്യജീവൻ്റെ രഹസ്യമാണ്. അതായത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം, യേശുവിൻ്റെ പീഡാനുഭവം ഉദ്ധാനവും 1-ാം പ്രവചനം. എന്താണ്? അതായത് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ തന്നെയാണ് നാം ഏത് വാസസ്ഥലം തിരഞ്ഞെടുക്കണം, ഏത് തരത്തിലുള്ള ആത്മാവിനെയാണ് സമ്പാദിക്കേണ്ടത്, എത്തരത്തിലുള്ള നിത്യജീവനെയാണ് ഞാൻ സമ്പാദിക്കേണ്ടതെന്ന് ക്രിസ്തു വളരെ വ്യക്തമായി നമുക്ക് പകർന്നു തരികയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളാണ്. ഒന്ന്, ദൈവപുത്രനും മനുഷ്യപുത്രനും തമ്മിലുള്ള വ്യത്യാസം. എങ്ങനെയാണ് ഒരു മനുഷ്യപുത്ര സ്ഥാനത്തിൽ നിന്നും ദൈവപുത്ര സ്ഥാനത്തിലേക്ക് വളരേണ്ടതെന്ന് ഈശോ നമുക്ക് പകർന്നു തരുന്നു. 2, മാനുഷിക ചിന്തയും ദൈവിക ചിന്തയും തമ്മിലുള്ള വ്യത്യാസം. എങ്ങനെയാണ് മാനുഷിക ചിന്തയിൽ നിന്നും ദൈവിക ചിന്തയിലേക്ക് വളരേണ്ടതെന്ന് ഈശോ കാണിച്ചു തരുന്നു. അടുത്തത്, ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിതത്തിലെ കുരിശുകളെടുത്ത് ആണ് മുന്നോട്ട് പോകേണ്ടത്, മറ്റവൻ്റെ കുരിശല്ല. സ്വന്തം കുരിശ് മനസ്സിലാക്കി അവൻ എങ്ങനെയാണ് ദൈവത്തെ പിന്തുടരേണ്ടതെന്ന് പറയുന്നു. മറ്റൊന്ന്, ലോകശക്തിയും ദൈവശക്തിയും തമ്മിലുള്ള വ്യത്യാസം. അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായിട്ട് ഈശോ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ലോക ജീവിതത്തിൽ തൻ്റെ കുരിശ് വഹിച്ച് വളരുന്നതിൻ്റെ ഫലമായി അവസാനം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹത്വം, ദൈവപുത്രൻ സിംഹാസനത്തിൽ ദൂതന്മാരോടൊപ്പം വരുമ്പോൾ വലതുഭാഗത്ത് നിത്യജീവൻ നൽകുന്ന ഒരു ദൈവപുത്രനെയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് ഇതിലൂടെ വളരേണ്ടതെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് നമുക്ക് പകർന്നു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യചിന്തയിൽ നിന്നും ദൈവിക ചിന്തയിലേക്ക് വളരണമെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യപുത്ര സ്ഥാനത്ത് നിന്നും ദൈവപുത്ര സ്ഥാനത്തേക്ക് വരണമെങ്കിൽ പല ഭൗതികതയും നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു, ശരീരത്തിന് വിസ്തി വരെ കാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കാണുവാനും അവിടത്തോടൊപ്പം ആയിരിക്കണമെന്ന് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിസ്തീകരണം ആവശ്യമാണ്. ആയതിനാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ഏതു വഴി എനിക്ക് വേണമെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കി